മായൽത്തോ എന്ന സുറിയാനിക്ക് പ്രവേശനം എന്നാണ്, ടു എൻ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. മറിയം യോസേഫും യേശു കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സഭയോട് ചേർത്ത് നിർത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കുട്ടികൾക്ക് മാമോദിസ കൊടുക്കുമ്പോൾ കൊച്ചിനോട് പറയുന്ന ഒന്നും കൊച്ചിനൊന്നും മനസ്സിലാവില്ല, കൊച്ചിന് ഓർമ്മയില്ല. തലതൊട്ടുന്ന ആളുകൾക്കും മാതാപിതാക്കൾക്കുമാണ് മാതാപിതാക്കളായിരുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ അനുസരിച്ച് ഈ കൊച്ചിനെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ വൃദ്ധനായ ശമവോൻ ആണ് ഈ കൊച്ചിനെ വിറയലോടുകൂടി സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കാണാനായി ഇടയായി എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അത് ഫെനുവേലിൻ്റെ മകളായ ഹന്ന എന്ന വിധവയായിരുന്നു. ഈ കൊച്ചിനെ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ ഈ സ്ത്രീക്കും ഹന്നയ്ക്കും അത് കാണാനായിട്ട് ഭാഗ്യം. ഹന്ന വിധവയായിരുന്നു. അവൾ രാവും പകലും പള്ളിയിൽ താമസിച്ചും പ്രാർത്ഥിച്ചും പോന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്നപ്പോൾ ഹന്നയ്ക്കും അതിന് ഭാഗ്യം ലഭിച്ചു. പള്ളിയിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. വാത്സല്യമുള്ളവരെ, യോസേഫും മറിയയും ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഒരു മാതൃകയായിരിക്കട്ടെ. മക്കളെ സഭയോട് ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ. സഭയെ നമ്മൾ മാതാവ് എന്നാണ് പറയുന്നത്, സഭാ മാതാവ് എന്നാണ്. എനിക്ക് നിങ്ങൾക്ക് 2 അമ്മമാരുണ്ട്. നമ്മുടെ മാമോദിസ തൊട്ടിയെ സ്പിരിച്വൽ ഓംബ്, ആത്മീയ ഗർഭപാത്രം എന്ന് വിളിക്കുന്നു. നമ്മൾ 2 ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവരാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവർ ഫിസിക്കൽ മാതാവിൽ. വീണ്ടും നാം ആത്മീയമായി ജനിക്കുന്ന പള്ളിയിൽ വെച്ചാണ്. അത് മാമോദിസ തൊട്ടിയിലൂടെയാണ്. അത് ആത്മീയ ഗർഭപാത്രം, സ്പിരിച്വൽ ഓംബ് എന്നാണ് മോറാഫയും രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പാട്ടിൽ ഒരുവൾ പെറ്റിയിടുന്നു മറ്റവൾ പോറ്റുന്നു എന്നൊരു പാട്ട് നമ്മൾ പാടാറുണ്ട്. ഒരുവൾ പ്രസവിക്കുന്നു, മറ്റവൾ പോറ്റുന്നു. 2 പേര് കൂടിയാണ് നമ്മളെ എല്ലാവരെയും വളർത്തിയത്. നിങ്ങളെ എല്ലാവരെയും വളർത്തിയതും. ഒരുവൾ പ്രസവിച്ചു, നമ്മുടെ അമ്മ നമ്മെ പ്രസവിച്ചു. അത് ശാരീരികമായിട്ട് നമ്മളെ വളർത്തുന്നതോടൊപ്പം തന്നെ മറ്റവൾ പോറ്റിയിടുന്നു. ആ മറ്റവൾ എന്ന് പറയുന്നത് സഭയാണ്, സഭയാകുന്ന അമ്മയാണ്. ഈ അമ്മയോട് ചേർത്ത് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കട്ടെ.